ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇഷ്യാസ് ബ്യൂട്ടി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രുതി ജയരാജ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരടിപൊളി ബ്രൈഡൽ മേക്കപ്പാണ്. കല്യാണത്തിന് റിസപ്ഷനൊക്കെ ബ്രൈഡ്സിന് ചെയ്യാൻ പറ്റുന്ന ഒരടിപൊളി മേക്കപ്പാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ ബിഗിനേഴ്സില്ലേ, മേക്കപ്പിൻ്റെ ബേസിക് സ്റ്റെപ്സൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലെൻസിങ് ആണ്. ആദ്യം മുഖം ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം ക്ലെൻസിങ് മിൽക്ക് വെച്ച് ഒന്നുകൂടി ക്ലീൻ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ഡീപ്പായി ക്ലീൻ ആവാൻ ക്ലെൻസിങ് മിൽക്ക് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നമുക്കൊരു ടോണർ വെച്ച് ടോൺ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമുക്കൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. അതിനായി ഞാനിവിടെ പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ് എടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് പ്രൈമർ അപ്ലൈ ചെയ്യാം. പ്രൈമർ അപ്ലൈ ചെയ്യുന്നത് മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനും മേക്കപ്പ് സ്കിന്നിലേക്ക് ഇറങ്ങാതിരിക്കാൻ, അബ്സോർബ് ആവാതിരിക്കാനും വേണ്ടിയാണ്. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ഒന്നും വേണ്ട, ലൈറ്റായിട്ട് ചെയ്താൽ മതി. പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാം. അതിനായി ഞാനിവിടെ ആർസിയോയുടെ പ്രൊഫഷണൽ പാലറ്റാണ് എടുക്കുന്നത്. അതിൽ കൺസീലർ ഇതാ. ഓക്കെ, കൺസീലർ അപ്ലൈ ചെയ്യാം. കൺസീലർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മളിതാ കയ്യിലിങ്ങനെ തൊട്ടതിന് ശേഷം നന്നായി മിക്സ് ആക്കുക. അതിന് ശേഷമാണ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത്. കൺസീലർ യൂസ് ചെയ്യുന്നത് പാടുകൾ മറക്കാനാണ്. അതുപോലെ ഡാർക്ക് സർക്കിൾസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറക്കാൻ വേണ്ടിയാണ് കൺസീലർ യൂസ് ചെയ്യുന്നത്. നമുക്ക് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ കൺസീലർ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ഞാൻ ആർസിയോയുടെ കോമ്പാക്റ്റാണ് എടുക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. അതിനായി ഞാനിവിടെ ആർസിയോയുടെ പ്രൊഫഷണൽ പാലറ്റ് തന്നെയാണ് എടുക്കുന്നത്. അതിലിതാ 3ഉം 6ഉം ഈ 2 ഷെയ്ഡ് കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്.
ഇനി നമുക്ക് ബ്യൂട്ടി ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സെയിം കോമ്പാക്റ്റ് വെച്ചിട്ട് തന്നെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഫൗണ്ടേഷൻ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഐ മേക്കപ്പ് നോക്കാം. അതിനായി ഞാൻ ഈ ഒരു ഷെയ്ഡ് വെച്ച് ക്രീസ് ലൈൻ കൊടുക്കുവാണ്. ബ്ലെൻഡിങ് ബ്രഷ് വെച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി സ്വിസ് ബ്യൂട്ടിയുടെ പാലറ്റിൽ നിന്ന് നമുക്കിതാ ഈ ഒരു ഷെയ്ഡ് എടുക്കാം. ഇനി നമുക്ക് ഇന്നർ കോർണറിൽ ഈ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്യാം. ഇനി ഔട്ടർ കോർണറിൽ മിസ് റോസിൻ്റെ പാലറ്റിൽ നിന്ന് നമുക്കിതാ ഈ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഐലാഷസ് കേളർ വെച്ച് ഐലാഷസ് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫോൾസ് ലാഷസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് കണ്ണിന് താഴെ വരഞ്ഞു കൊടുക്കാം. അതിനായി ഞാനിവിടെ എടുക്കുന്നത് ഹിമാലയയുടെ കാജൽ സ്റ്റിക്കാണ്. ഇനി നമുക്ക് ഈ ഒരു ബ്ലാക്ക് ഐ ഷേഡോ വെച്ച് ഇതൊന്ന് ഫിനിഷ് ചെയ്യാം. ഇനി നമുക്ക് സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഈ ഒരു പൗഡർ വെച്ച് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് കോണ്ടൂറിങ് ആണ്. അതിന് ഞാനിവിടെ മിസ് ക്ലാരിയുടെ ഫുൾ കവറേജ് മേക്കപ്പ് ആണ് എടുക്കുന്നത്.
നെക്സ്റ്റ് നമുക്ക് ലിപ്പ് വരഞ്ഞു കൊടുക്കാം. ആദ്യം തന്നെ ഡാസ്ലറിൻ്റെ ലിപ് ബാം അപ്ലൈ ചെയ്യുന്നു. ലിപ്പ് ലൈനർ വെച്ച് വരഞ്ഞു കൊടുക്കുവാണ്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഹൈലൈറ്റ് ആണ്. നമുക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഷെയ്ഡാണ് ഞാൻ എടുക്കുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുമെന്ന് വിചാരിക്കുന്നു. ഹെയർ സ്റ്റൈലിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഹെയർ സ്റ്റൈലിൻ്റെ വേറെ തന്നെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ യൂസ്ഫുള്ളാവുമെന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്